രാഹുൽ എന്ന ചെറുപ്പക്കാരൻ ജീപ്പുമായി വരുന്നത് കണ്ട് അവരെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി അവരുടെ വീടിന് തൊട്ടടുത്ത് വരെ എത്തി. പക്ഷെ പിന്നീട് ഈ ജീപ്പിന്റെ ബോണറ്റിലേക്ക് വരെ വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിൽ അവരെ ഇറക്കി വിട്ട് തിരിച്ചു പോവുകയാണ്. ഈ രാഹുൽ, ഇവിടെ ഇതിന് മുൻപ് ഈ രീതിയിൽ വെള്ളം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ 2018 പിന്നെ എപ്പോഴാണ് വരുന്നത്? ഇപ്പൊ ഇവിടെ തന്നെ ഈ റോഡിലൂടെ ചില ഭാഗത്ത് വലിയ വെള്ളമാണ്, ചില ഭാഗത്ത് അത്ര പ്രശ്നം. ആ ഏരിയയിലേക്കൊന്നും തീരെ പോകാൻ കഴിയില്ല. ഇത് നേരെ പോയി എത്താൻ കക്കോടി ആ ഭാഗത്തേക്കാ, പാലത്തിന്റെ അപ്പുറത്തേക്ക്, അവിടേക്കൊന്നും തീരെ പോകാൻ കഴിയില്ല, ഫുള്ള് വെള്ളം. ഇപ്പൊ നിങ്ങളുടെ ഈ ജീപ്പ് അല്ലാത്ത മറ്റ് വാഹനങ്ങളൊന്നും പോവില്ല? നോക്കേ വേണ്ട, ഈ ഏരിയയിലേക്ക് വരാനേ പറ്റൂല. ഇപ്പോ ഇതിലൂടെ ഈ വാഹനം ഓടിക്കുന്നത് കാണുമ്പോഴേ തന്നെ നമുക്ക് ഭയങ്കര ഇത് തോന്നുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് റോഡ് മനസ്സിലാകുന്നത്? എങ്ങനെയാ റോഡ് നമ്മളെ ഏകദേശം അറിയുന്ന ഒരു സ്ഥലമാണല്ലോ, അത് വെച്ച് ഇങ്ങനെ പോവാ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് റോഡ് തീരെ കാണുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ പോകുന്നതിന് കൈവരി ഉണ്ട്, ഇത് ഒരു അപ്പുറത്ത് പുഴയാണോ എന്താണ്? വയലാണ്, രണ്ട് സൈഡും വയലാണ്. വയലിൽ വെള്ളം കയറിയതാ. അതായത് പൂനൂർ പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഇരച്ചു കയറുകയാണ് ചെയ്യുന്നത്. കക്കോടി ഡാം തുറന്നിട്ടുണ്ട്. അവിടെ നിന്ന് കുറ്റ്യാടിപ്പുഴയിലേക്കും, കുറ്റ്യാടിപ്പുഴയിൽ നിന്ന് പൂനൂർ പുഴയിലേക്കും, അവിടെ നിന്ന് വലിയ തോതിൽ വെള്ളം മുകളിലോട്ട് വരികയാണ്. അങ്ങനെ വയൽ നിറയുന്നു, അങ്ങനെ വീട്ടിലേക്കെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഈ വീട്ടുകാരെ എല്ലാം തന്നെ പൂർണ്ണമായി ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ചില ആളുകൾ ഈ മഴ കുറഞ്ഞത് കൊണ്ട് തന്നെ വീടുകളിൽ വെള്ളം കയറുന്ന ഒഴിവായിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വരികയും പലരും മടങ്ങിപ്പോവുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഈ ആളുകൾ, ചില ആളുകളുണ്ട്. നിങ്ങൾ എവിടുന്ന് വരിക? എവിടുന്ന് വരിക? നമ്മൾ താമസിക്കുന്നത് തന്നെയാണ്. ഇപ്പൊ അപേക്ഷിച്ച് വെള്ളം കുറഞ്ഞിരിക്കുകയാണോ? വെള്ളം ഇന്നലെ ഉച്ച മുതൽ ഇതുവരെ ആയിട്ട് ഒരു ഒറ്റ അടിയെ കുറഞ്ഞിട്ടേ ഉള്ളൂ. സാധാരണ നല്ലോണം വെള്ളം കുറയലുണ്ട്, എന്താണെന്നറിയില്ല, ഒരൊറ്റ അടി ഇതുവരെ ആയിട്ട് കുറഞ്ഞിട്ടേ ഉള്ളൂ വെള്ളം. അതായത് മഴ കുറഞ്ഞിട്ടും വെള്ളം കുറയുന്നില്ല? കുറയുന്നില്ല. ജിൽസി, ഇതാണ് മഴ കുറഞ്ഞിട്ടും വെള്ളം കുറയുന്നില്ല എന്ന ഒരു പ്രതിസന്ധിയാണ് ആളുകൾ പ്രധാനമായും പറയുന്നത്. നിരവധി വീടുകൾ, അതോടൊപ്പം തന്നെ ഫ്ലാറ്റുകൾ എല്ലാം ഉള്ള ഒരു മേഖലയാണ്. ഇവിടെ നിന്ന് ആളുകൾ, ഫ്ലാറ്റുകളിൽ ഉള്ള ആളുകൾ, മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഫ്ലാറ്റ് വാങ്ങി ജോലി ചെയ്യുന്ന ആളുകളും മറ്റുമാണ്. ഈ ആളുകളെല്ലാം തന്നെ ഈ ബന്ധു വീടുകളിൽ ഇല്ലാത്ത ആളുകൾ നഗരങ്ങളിലെ ഹോട്ടലുകളിലാണ് നിലവിൽ താമസിക്കുന്നത്. ബന്ധു വീടുകളിലേക്കും ക്യാമ്പുകളിലേക്കും മാറിയ ആളുകളും ഉണ്ട്.